നമസ്കാരം. സംസ്ഥാനങ്ങളോട് വിവേചനപൂർണമായ സമീപനം സ്വീകരിച്ച കേന്ദ്ര ബജറ്റിനെതിരെ പ്രതിഷേധ പാതയിലാണ് പ്രതിപക്ഷം. ഫെഡറലിസത്തിന് വിരുദ്ധവും തങ്ങളോട് അങ്ങേയറ്റം വിവേചനപരവുമാണെന്ന് കരുതുന്ന കേന്ദ്ര ബജറ്റിനെതിരെയുള്ള പ്രതിഷേധ സൂചകമായി പ്രതിപക്ഷം ഭരിക്കുന്ന മിക്കവാറും എല്ലാ സംസ്ഥാനങ്ങളിലെയും മുഖ്യമന്ത്രിമാർ ജൂലൈ 27 നടക്കുന്ന നീതി ആയോഗ് യോഗം ബഹിഷ്കരിക്കും. ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി മാത്രമാണ് ഇതിൽ അപവാദം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിലാണ് യോഗം. തമിഴ്നാട് മുഖ്യമന്ത്രിയും ദ്രാവിഡ മുന്നേറ്റ കഴകം നേതാവുമായ MK സ്റ്റാലിൻ ബജറ്റ് അവതരണ ദിവസം വൈകുന്നേരം തന്റെ നീക്കം പ്രഖ്യാപിച്ചിരുന്നു. കർണാടകയിലെ സിദ്ധാരാമയ്യ, ഹിമാചൽ പ്രദേശിലെ സുഖ്വീന്ദർ സിംഗ് സുഖു, തെലങ്കാനയിലെ രേവന്ത് റെഡ്ഡി എന്നീ 3 കോൺഗ്രസ് മുഖ്യമന്ത്രിമാരും കോൺഗ്രസ് മുതിർന്ന നേതാവ് KC വേണുഗോപാലും യോഗം ബഹിഷ്കരിക്കുമെന്ന് എക്സിൽ പോസ്റ്റ് ചെയ്തു. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന്റെ കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ, ജാർഖണ്ഡ് മുക്തി മോർച്ചയുടെ ജാർഖണ്ഡ് മുഖ്യമന്ത്രി ഹേമന്ത് സോറൻ, ആം ആദ്മി പാർട്ടിയുടെ പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവന്ത് മാൻ എന്നിവരും യോഗം ബഹിഷ്കരിക്കാനുള്ള തീരുമാനം അറിയിച്ചിട്ടുണ്ട്. ചൊവ്വാഴ്ച വൈകുന്നേരം നടന്ന ഇന്ത്യ സഖ്യ പാർട്ടികളുടെ പാർലമെന്റ് ഫ്ലോർ ലീഡർമാരുടെ യോഗത്തിൽ നീതി ആയോഗ് യോഗം ബഹിഷ്കരിക്കാനുള്ള തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിന്റെ തീരുമാനം ചർച്ച ചെയ്യപ്പെടുകയും പ്രതിപക്ഷം ഭരിക്കുന്ന എല്ലാ സംസ്ഥാനങ്ങളും പ്രതിഷേധ സൂചകമായി യോഗം ബഹിഷ്കരിക്കണമെന്ന് തീരുമാനിക്കുകയുമായിരുന്നു. സർക്കാരിന്റെ നിലപാട് ഭരണഘടനാ തത്വങ്ങൾക്ക് വിരുദ്ധമാണെന്ന് കോൺഗ്രസ് നേതാവ് KC വേണുഗോപാൽ എക്സിൽ കുറിച്ചു. ധനമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ച യൂണിയൻ ബജറ്റ് അങ്ങേയറ്റം വിവേചനപരവും അപകടകരവുമാണ്. അത് കേന്ദ്ര ഗവൺമെന്റ് പാലിക്കേണ്ട ഫെഡറലിസത്തിന്റെയും നീതിയുടെയും തത്വങ്ങൾക്ക് വിരുദ്ധമാണ്. ഈ സർക്കാരിന്റെ നിലപാട് ഭരണഘടനാ തത്വങ്ങൾക്ക് തികച്ചും വിരുദ്ധമാണ്. ഈ ഭരണത്തിന്റെ വിവേചനപരമായ നിറം മറയ്ക്കാൻ മാത്രം രൂപകൽപ്പന ചെയ്ത ഒരു പരിപാടിയിൽ ഞങ്ങൾ പങ്കെടുക്കില്ല എന്നാണ് വേണുഗോപാൽ കുറിച്ചത്. തൃണമൂൽ കോൺഗ്രസിലെ ഞങ്ങളുടെ സഹപ്രവർത്തകരുമായും ഞങ്ങൾ ഞങ്ങളുടെ കൂട്ടായ തീരുമാനത്തെക്കുറിച്ച് ചർച്ച ചെയ്തു. എന്നാൽ യോഗത്തിൽ പങ്കെടുക്കാൻ മമതാ ബാനർജി തീരുമാനിച്ചതായി തോന്നുന്നു. അവർ യോഗത്തിൽ പ്രധാനമന്ത്രിയോട് നേരിട്ട് വിഷയം ഉന്നയിക്കുമെന്ന് മുതിർന്ന പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. ബഹിഷ്കരണ കാര്യത്തിൽ പ്രതിപക്ഷ ഐക്യം പൂർണ്ണമല്ലെങ്കിലും സർക്കാരിനെതിരായുള്ള പ്രതിരോധത്തിന്റെ ശബ്ദമാണ് ഉയർന്നു കേട്ടത്. സർക്കാരിനെ താങ്ങി നിർത്താൻ ഒരു ബജറ്റ് ഉപയോഗപ്പെടുത്തുക എന്ന സങ്കുചിത രാഷ്ട്രീയ സമീപനത്തിനെതിരെ പ്രതിപക്ഷം പ്രഖ്യാപിച്ച ബഹിഷ്കരണത്തിന്റെ പശ്ചാത്തലത്തിൽ നീതി ആയോഗ് യോഗത്തിന്റെ നിറം കെടുമെന്നുറപ്പ്.